everyone, welcome back to yet another episode. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു റിവ്യൂ ആണ്. ഞാൻ കുറച്ചധികമായി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ്. എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് അത് തോന്നുന്നുണ്ട്. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 2-3 months ഒക്കെ ആയി ഞാനത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്ത് തരാം. ഇഫ് യു ഗൈസ് ആർ റെഡി ടു ബൈ ദാറ്റ്, അതെന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ, ഹായ്, മൈ നെയിം ഈസ് അസിൻ ആൻഡ് ദിസ് ഈസ് മൈ ചാനൽ ഈസി ഓൺ ദി ഐ ആൻഡ് വിൽ ഷെയർ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ്, അല്ലാതെ റിവ്യൂസ്, ബ്യൂട്ടി എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ വിതൗട്ട് എനി ഫർദർ ഡിലേ ഞാൻ ഏത് പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഇത് ഫോക്സ്ടെയിലിൻ്റെ സ്മൂത്ത് സെയിലിംഗ് AHA BHA എക്സ്ഫോലിയേറ്റിംഗ് സിറമാണ്. ഓക്കെ, അപ്പം ഞാൻ ഇത് മേടിക്കുന്നത് ഒരിക്കൽ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ നോക്കിയപ്പോൾ ഇഫ് യു വാണ്ട് എ ക്ലിയർ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡിലാണ് ഞാൻ ഇത് മേടിക്കുന്നത്. ഫോക്സ്ടെയിലിൻ്റെ ഓൾമോസ്റ്റ് എല്ലാം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അവരുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്, വൈറ്റമിൻ C സിറം, ഒരു ഇതിൽ സിറം അല്ല, ഒരു ക്രീം ഫോമിൽ വരുന്ന അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ ഏതൊക്കെയോ സിറംസ് ഞാൻ അവരുടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരു ബാച്ച് വൺസ് സ്കിൻ കെയർ ചെയ്തപ്പോൾ ഫോക്സ്ടെയിലിനെ മാത്രം ഉപയോഗിച്ചു. പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് മേടിക്കാനായിട്ടുള്ള അത്ര റിസൾട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ റിപ്പീറ്റ് ചെയ്തൊന്നും മേടിച്ചിട്ടില്ല ഫോക്സ്ടെയിലിൻ്റെ. കാരണം വൈറ്റമിൻ C സിറം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് വരുന്നപ്പോൾ എനിക്കതൊരു യെല്ലോയിഷ് ഷെയ്ഡിലാണ് വന്നത്. അപ്പം ഞാൻ അതിനെപ്പറ്റി നോക്കിയപ്പോൾ സാധാരണ അത് വരേണ്ടത് വൈറ്റ് ഷെയ്ഡിലാണ്. പക്ഷേ എനിക്ക് എന്തോ അത് ഇനി എന്തെങ്കിലും എന്തെങ്കിലും കൺവേർട്ട് ആയി പോയിട്ടോ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ എനിക്കത് കിട്ടിയത് ഒരു യെല്ലോ ഷെയ്ഡിലാണ്. അങ്ങനെ പിന്നീട് ഞാനത് റിപ്പീറ്റ് ചെയ്ത് മേടിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഇതുപോലെ ഈ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സിന് എന്തെങ്കിലും ഒന്ന് മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സ്മൂത്ത് സ്കിന്നിന് വേണ്ടി ഫോക്സ്ടെയിലിൻ്റെ ഈ ഒരു AHA BHA എക്സ്ഫോലിയേറ്റിംഗ് സിറത്തിനെ പറ്റി ഞാൻ ഒരു ആഡ് കണ്ടിട്ട് മേടിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് ഇതിൽ വരുന്നത് ഇതിൻ്റെ റേറ്റ് ഇതിൽ വരുന്നത് 545 ആണ്. ചില 545 ആണ് ഇതിൽ വരുന്നത്. പക്ഷേ ചില എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഒരു 500 അല്ലെങ്കിൽ 400 450 400 അല്ല, ഒരു 450 അബോയ്ക്കൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ AHA BHA PHAയുടെ എക്സ്ഫോലിയേറ്റിംഗ് സിറം മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ പിൽഗ്രിമിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പിൽഗ്രിമും എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്, മിനിമലിസ്റ്റും അത്യാവശ്യം ഇഷ്ടമാണ്. അപ്പോൾ AHA BHA PHA എന്ന് പറഞ്ഞാൽ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്ന, അതായത് ഡെഡ് സ്കിൻ സെൽസിനെ മാറ്റുന്ന സിറംസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു AHA BHA PHA മൂന്നൂടുള്ളത് ആക്ച്വലി നമ്മൾ വീക്കിൽ ഒരിക്കൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ അതിൻ്റെ ഒരു പിക്ചർ സൈഡിൽ കൊടുക്കാം. മിനിമലിസ്റ്റിൻ്റെ ഇപ്പോൾ ആക്ച്വലി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളത് മേടിച്ചാൽ ഒരു 1, 2, 3 മാസത്തേക്കൊക്കെ പോവും. ഞാനത് ഡെയിലി എല്ലാ ആഴ്ചയിലും ഒരിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടാൻ ആയി, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എൻ്റെ ഒറിജിനൽ ഒരു കളറിൽ നിന്നും ഭയങ്കരമായിട്ട് ടാൻ അടിച്ചു എന്നൊക്കെ തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ട് നൈറ്റിൽ ഇത് അപ്ലൈ ചെയ്യുക. 10 minutes എന്നാണ് അതിൽ പറയുന്നത്. 10 minutes ഇട്ടതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. പിന്നെ വേറെ സിറംസ് ഉപയോഗിക്കരുത്, ലൈക്ക് വൈറ്റമിൻ C അങ്ങനത്തെ ഒരു സിറംസ് ഉപയോഗിക്കാതെ ഡയറക്റ്റ് മോയ്സ്ചറൈസർ ഇടുക, കിടക്കുക, രാവിലെ എണീക്കുക, ഫേസ് വാഷ് ചെയ്യുക, അതുപോലെ പെട്ടെന്ന് തന്നെ മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീനും ഇടുക. ഇതാണ് ഒരു പീലിംഗ് സൊല്യൂഷൻ്റെ ഇടേണ്ട ടിപ്പിക്കൽ രീതി. അപ്പോൾ അതാണ് ഞാൻ ആ മിനിമലിസ്റ്റിൻ്റെ ഒക്കെ പ്രോഡക്റ്റിനെ പറ്റി ഒന്നുകൂടെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മിനിമലിസ്റ്റിൻ്റെ ആണ്. ഇതെന്ന് പറഞ്ഞാൽ AHA ഉണ്ട്, BHA ഉണ്ട്, PHA ഉണ്ട്, 3 ഉള്ളതാണ്. അത് വൺസ് ഇൻ എ വൈൽ, അതായത് വീക്കിലി വൺസ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ PHA ഇല്ല, AHAയും BHA ഉണ്ട്. അപ്പോൾ അതിൽ വരുന്നത് ഗ്ലൈക്കോളിക് ആസിഡും സാലിസിലിക് ആസിഡും ആണ് വരുന്നത്. നോർമൽ ടു ഓയിലി സ്കിൻ, ഒരിക്കലും സെൻസിറ്റീവ് സ്കിന്നുകാർ ഉപയോഗിക്കരുത്. ബിക്കോസ് ഇതൊരു പീലിംഗ് സൊല്യൂഷൻ ആണ്. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് അത് ഭയങ്കര എഫക്റ്റ് ആവും. ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് നോർമൽ ടു ഓയിലി സ്കിന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ ബിഫോർ ഉപയോഗിക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും നെക്കിലോ അല്ലെങ്കിൽ കയ്യിലോ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പൊള്ളലോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിത് റിമൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം.
ഓക്കെ, അപ്പോൾ എനിക്ക് വീക്കിലി നമ്മളിങ്ങനെ സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് മോർണിംഗ് ഇപ്പോൾ പൊതുവേ ചെയ്യൽ കുറവാണ്, പക്ഷെ നൈറ്റ് അത്യാവശ്യം ഞാൻ ഒന്നെങ്കിൽ ഹൈലറോണിക് ആസിഡ് അല്ലെങ്കിൽ വൈറ്റമിൻ സി പ്ലസ് ഹൈലറോണിക് ആസിഡ് ഇങ്ങനെ മാറി മാറി ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. പിന്നെ മോയ്സ്ചറൈസർ, ടോണറും ഉപയോഗിക്കും. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് നോസിൽ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് വന്നിട്ട് ഭയങ്കര ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും. നമുക്ക് മിററിൽ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ട് ഉള്ള സമയമുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, നൈറ്റിൽ നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സിറമാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു AHA BHA എക്സ്ഫോലിയേറ്റിംഗ് സിറം ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ മറ്റേ പീലിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വാഷ് ചെയ്യണം 10 മിനിറ്റ്സ്. പക്ഷേ ഇത് വാഷ് ചെയ്യേണ്ട. ഇത് ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കിടക്കാം. ഇത് ഇവർ പറയുന്നത് വീക്കിലി ഒരു വീക്കിൽ 2 or 3 ടൈംസ് രാത്രി അപ്ലൈ ചെയ്യാനാണ് പറയുന്നത്. എനിക്ക് ഒരു വീക്കിലി 2 or 3 ടൈംസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആയതുപോലെ ഒരു സോഫ്റ്റ് നോസിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് വരാറില്ല. പിന്നെയും ഒരു നെക്സ്റ്റ് വീക്ക് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ വീണ്ടും വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് വരും. അപ്പോൾ എപ്പോഴൊക്കെ എനിക്ക് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സിൻ്റെ ഡിസ്റ്റർബൻസ് വരുന്നെന്ന് തോന്നുന്നു, അപ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ നൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇടും, പിന്നെ അത് കുറഞ്ഞു കിട്ടും. അങ്ങനെയാണ് ചെയ്യാറ്. അല്ല ഞാൻ നമ്മുടെ മറ്റേത് വെച്ചിട്ട് കുത്തിക്കള അങ്ങനത്തെ സംഭവം ചെയ്യുന്നില്ല. ഇതാണ് ചെയ്യുന്നത്. എനിക്ക് അത് നല്ല ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ലതായിട്ട് നോസിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ നോസിൽ മാത്രമല്ല ഫേസിലും ഇടാറുണ്ട്. പക്ഷെ കൂടുതൽ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഈ നോസിൽ ഇടുമ്പോഴാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞതുപോലെ വാഷ് ചെയ്യുക, 2 to 3 ഡ്രോപ്സ് ഫേസിൽ അപ്ലൈ ചെയ്യുക, ദെൻ മോയ്സ്ചറൈസർ ഇടുക, രാവിലെ കഴുകുക, മോയ്സ്ചറൈസർ ഇടുക, സൺസ്ക്രീൻ ഇടുക. എപ്പോഴും പീലിംഗ് സൊല്യൂഷൻ ഇട്ട് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ മോർണിംഗിൽ സൺസ്ക്രീൻ ഇടാതെ ഡയറക്റ്റ് സണ്ണിലോട്ട് എക്സ്പോസ് ആവാതെ ശ്രമിക്കുക. കാരണം ഇട്ടേൻ്റെ ഗുണമില്ലാതാവും. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ഞാൻ കാണിച്ചു തരാം. ലൈക്ക് ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കളറാണ്. പിന്നെ ഒരു ചെറിയ സ്റ്റിക്കിനെസ് വലുതായിട്ടില്ല, എന്നാലും ഒരു ചെറിയ ഒരു ഇതുണ്ട്. വലിയ പ്രശ്നമല്ല. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് സ്കിന്നിനോട് നല്ല പോലെ അങ്ങ് ഡയലൂട്ട് ആവും. അങ്ങനെ ഇടാനായിട്ട് ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് സെൻസിറ്റീവ് സ്കിൻ അല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഇഷ്യൂസും വന്നിട്ടില്ല. വീക്കിലി 2 to 3 ടൈംസ് ആണ് പറയുന്നത്. ബിഗിനർ ആണെങ്കിൽ ഒരു 1 ടൈമിൽ തുടങ്ങി അങ്ങനെ ഒരു 2 ടൈമിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ദെൻ 3 ടൈംസിലേക്ക് പോവുക. എനിക്കിത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആൻഡ് പിന്നെ കണ്ണിൽ പെടാതെ സൂക്ഷിക്കുക. അത് ഏത് പീലിംഗ് സൊല്യൂഷൻ ഇട്ടാലും ചുണ്ടിലും കണ്ണിലും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസിൽ പെടാതെ നോക്കുക. ആൻഡ് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ഈ ഫോക്സ്ടെയിലിൻ്റെ ഈ സിറം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 500 റേഞ്ചിലാണ് വരുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സിറമാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വീക്ക്ലി ഒരു നല്ല പീൽ ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് എ മിനിമലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ പിൽഗ്രിമിൻ്റെ. So I hope this video is helpful for you, and for more reviews, for more videos, don't forget to like, share, comment and subscribe. See you on my next video.